ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടതുപോലെ തന്നെ NCERT എങ്ങനെ വായിക്കണം എന്നുള്ളത്. നമുക്കറിയാം NCERT UPSC എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, കാരണം അത് പല സബ്ജക്റ്റുകൾക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ UPSCയുടെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഇറക്കുന്ന ഒരു ബുക്ക് എന്നുള്ള രീതിയിലും ഒക്കെ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാവരും നിർബന്ധമായിട്ട് നമ്മൾ UPSC പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും വായിച്ചു തുടങ്ങേണ്ട ബുക്ക് എന്ന് പറയുന്നത് NCERT തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, NCERT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ക്ലാസ്സിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ NCERTയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ഐ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കാണുക. എന്തുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് NCERT ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത്, UPSC ടോപ്പേഴ്സ് ഒക്കെ പറയുന്നത് NCERT പഠിക്കണം വായിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ NCERT എങ്ങനെ വായിക്കണം എന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ തന്നെ NCERTയുടെ PDF ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ NCERTയുടെ ഷോർട്ട് നോട്ട്സ്, അതുപോലെ തന്നെ മറ്റുള്ള UPSC മെറ്റീരിയൽസ്, KSന്റെ മെറ്റീരിയൽസ് തുടങ്ങിയ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുക. ഞാനൊരു ബുക്ക് കാണിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ജസ്റ്റ് വായിക്കേണ്ടതെന്ന് പറയുന്നത് കുറഞ്ഞ രീതിയിൽ. ഈ ബുക്ക് തന്നെ ഈ സെയിം 6th ജോഗ്രഫി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഐ ബട്ടണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ NCERT അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ വായിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ചെയ്യുന്നത്. അപ്പം ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യുക. അത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് NCERT കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എന്റെ ക്ലാസ് സഹിതം തന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു NCERTയുടെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. എക്സ്ക്ലൂസീവ് NCERTക്ക് മാത്രമായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ മാസം മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന, നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ NCERT പഠിക്കേണ്ട, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട പൊളിറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, എക്കോണമി, അതുപോലെ തന്നെ MBA തുടങ്ങിയ എല്ലാ സബ്ജക്റ്റും അതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട് വിത്ത് ടെസ്റ്റ് സൈഡ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ഓരോ ക്ലാസ്സിൽ ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ അതിന് ടെസ്റ്റ് ഉണ്ടാവും. ഏത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഷോർട്ട് മെറ്റീരിയൽസ് ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ അത് വളരെ കുറഞ്ഞ ഫീസിലാണ് വരുന്നത്. കുറച്ച് പേർക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് അതിന് ഫീസ് വരുന്ന 1999 മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഉടൻ തന്നെ ജോയിൻ ചെയ്യുക അതിലേക്ക്. ഓക്കെ, അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരമാണ് ആ ക്ലാസ് പോകുന്നത് കേട്ടോ. ഓരോ ദിവസം ഷെഡ്യൂൾ പ്രകാരം ഓരോ ക്ലാസ്, അതിന്റെ ഡിസ്കഷൻ, അതിന്റെ റിവിഷൻ, അതിന്റെ ടെസ്റ്റ്, അതിന്റെ സ്കോർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. സ്വയം പഠിക്കാൻ വേണ്ടിയാണെങ്കിലും ഉപയോഗപ്പെടുത്താം. അത് ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാം ചാനലിൽ ഇടാം. ഓക്കെ, അപ്പൊ 6th ജോഗ്രഫി വായിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഇപ്പൊ ഇത് 6th ജോഗ്രഫിയാണ്. 6th ജോഗ്രഫി ബുക്ക്, ജോഗ്രഫിക്ക് 6th ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 മുതൽ +2 വരെ വായിക്കണം. ഏതൊക്കെ ബുക്ക് വായിക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കാണാം. ഓക്കെ, കാണാത്തവർ ഈ ചാനലിൽ തന്നെ. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത്, ഫസ്റ്റ് ഇതാണ് ചാപ്റ്റർ. ഇതിന്റെ ആ ഒരു ഒന്നാമത്തെ പേജ് ഉണ്ടാവുമല്ലോ, കണ്ടന്റ് എന്നുള്ള ആ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള ഫസ്റ്റ് നിങ്ങൾ നോക്കണം. ഓക്കെ, നമുക്ക് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കാന്നാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, കാരണം നിങ്ങൾക്ക് സിലബസുമായി ബന്ധപ്പെട്ട് നോക്കാൻ വേണ്ടിയാണത്. അപ്പൊ അത് ജസ്റ്റ് നോക്കാനുള്ള എർത്ത് സോളാർ സിസ്റ്റം, അപ്പൊ അത് ഗ്ലോബൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, മോഷൻസ് ഓഫ് എർത്ത്, മാപ്സ്, മേജർ ഡൊമൈൻസ് ഓഫ് എർത്ത്, മേജർ ലാൻഡ് ഫോംസ് ഓഫ് എർത്ത്, അവർ കൺട്രി ഇന്ത്യ ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് ഈ ക്ലാസ്സിൽ എന്നുള്ളത് ജസ്റ്റ് ഫസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാം. കാരണം ഇത് സിലബസിൽ എവിടെ വരുന്നതൊക്കെ ജസ്റ്റ് ഐഡിയ GS 1 ഇതിപ്പോ വരാം. അത്തരത്തിൽ നിങ്ങൾ ഒരു NCERT നോക്കിക്കഴിഞ്ഞാൽ അത് GS പേപ്പറിൽ ഏത് പേപ്പറിലാണ് സിലബസ് നമുക്ക് വരിക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് പറയുന്നത് ഒരു ചാപ്റ്ററിലോട്ട് കിടക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാൻ നിൽക്കാം, എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. ഓക്കെ, ആ ചാപ്റ്ററിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ആ ചാപ്റ്റർ അല്ല വായിക്കേണ്ടത്, ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ ഹെഡിങ്ങിലൂടെ ഒന്ന് കടന്നു പോവാ ഫസ്റ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ഇവിടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിക്ചർ ഒക്കെ നോക്കാം, കോൺസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ കാണുന്ന പിക്ചർ ഉണ്ട്. ഓക്കെ, പിന്നെ സോളാർ സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ഒരു നല്ലൊരു അപ്രോച്ച് പഠിക്കാൻ പറ്റുന്നത്. പുതിയൊരു ബുക്ക് വായിക്കുമ്പോൾ എടുക്കുന്ന ഒരു അപ്രോച്ചാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്, ഫസ്റ്റ് 5 മിനിറ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. സോളാർ സിസ്റ്റത്തിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിക്കാനുണ്ട്, അതിന്റെ പിക്ചർ നോക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സണ്ണിനെ കുറിച്ച് നോക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എർത്തിനെ കുറിച്ച് പിന്നീട് അതിനുശേഷം എർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂണിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പഠിക്കാനുള്ളതെന്നാ ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ മറച്ചു നോക്കാറില്ലേ, അത് നല്ലതാണ്. അസ്ട്രോയിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, മെട്രോയിഡ്സ്. ഇതിൽ ഏതെങ്കിലും പറയുമ്പോൾ അതെനിക്ക് ജസ്റ്റ് അറിയുന്നതാണ് അസ്ട്രോയിഡ്സ്, അത് നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കാം. അത് ശരിയാണെന്നുള്ള നമുക്ക് ആ സമയത്ത് ചെക്ക് ചെയ്യുകയും ചെയ്യാം.
ഓക്കെ, പിന്നെ പിന്നെ നിങ്ങൾ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, എന്താണ് ഇതിന്റെ എക്സസൈസ് നോക്കുക. ഒന്ന് ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഒന്ന് ചുമ്മാ വായിക്കുക, ആൻസർ കിട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹൗ ഡസ് ദ പ്ലാനറ്റ് ഡിഫറെന്റ് ഫ്രം സ്റ്റാർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, എങ്ങനെ പ്ലാനറ്റ് സ്റ്റാറിന് ഡിഫറെന്റ് ആവുന്നു, ആ ക്വസ്റ്റ്യൻ മനസ്സിൽ കടന്നാൽ മതി. ഓക്കെ, അതൊന്നാമത്തെ ഇടാം. അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻ ബൈ ദ സോളാർ സിസ്റ്റം, നിങ്ങൾക്ക് അറിയുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു നോക്കാം. ഓൾറെഡി ചിലപ്പം കുറച്ചൊക്കെ വലിയ ക്ലാസ് പഠിക്കുന്നവരാണെങ്കിലൊക്കെ ചെറിയൊരു ഐഡിയ അതിനെ കുറിച്ചുണ്ടാവും. സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ സണ്ണും ഒക്കെ അടങ്ങിയതാണ്. അവര് നെയിം ദ ഓൾ പ്ലാനറ്റ്സ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം സൺ. ഐഡിയ ഉണ്ടോ നോക്കാം അല്ലെ, നമുക്കിപ്പം മെർക്കുറി മുതൽ അറിയോ നോക്കാം. ഓക്കെ, മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ അങ്ങനെ തുടങ്ങിയിട്ട് ഓർഡറിലെല്ലാം പറഞ്ഞത് അറിയോ നോക്കാം. വൈ ഇസ് എർത്ത് ഈസ് കോൾഡ് യുണീക് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി സീ ഓൺലി വൺ സൈഡ് ഓഫ് ദി മൂൺ ഓൾവേസ്? ഓക്കെ, അത് നിങ്ങളൊരു ഡൗട്ട് ചിലപ്പം പഠിക്കാത്ത ആള്, അതിപ്പോ ചെറിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാണെങ്കിൽ ഡൗട്ട് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് നമുക്ക് ഒരു മൂണിന്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഓക്കെ, വാട്ട് ഈസ് യൂണിവേഴ്സ്? അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, പിന്നെ ടേക്ക് ദ കറക്റ്റ് ആൻസർ. പ്ലാനറ്റ് ഇസ് നോൺ ആസ് എർത്ത് ട്വിൻസ് എന്നറിയപ്പെടുന്ന ഏതാണ്? വാട്ട് ഈസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് എർത്ത്, വിച്ച് ഈസ് ദ ഓൾ പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ ഇൻ ഏത് ഇതിലാണ്? ദ പോളാർ സ്റ്റാർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ്. ക്വസ്റ്റ്യൻ മാത്രം വായിച്ചാൽ ഉത്തരം കിട്ടുമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ആസ്ട്രോയിഡ്സ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ്, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, എ ഡാഷ് എ ഗ്രൂപ്പ് ഓഫ് ദി ഡാഷ് ഫോമിംഗ്. അത്തരത്തിൽ ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടായാൽ മതി, ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് മൈൻഡിൽ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചാപ്റ്റർ ഫസ്റ്റ് മുതൽ വായിക്കുക. ഒരു ചാപ്റ്റർ വായിക്കുക, എന്ന് പ്രധാനപ്പെട്ട തോന്നുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ആ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബ്രാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഒരു റീഡിംഗ് വായിച്ചു, സെക്കൻഡ് റീഡിംഗ് വരിക. സെക്കൻഡ് റീഡിംഗ് വേണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വായിച്ചാലും മതി, പറ്റുകയാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഫുള്ള് വായിക്കുക. തേർഡ് റീഡിംഗ് ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. ഓക്കെ, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക. ഇവിടെ ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതിയേക്കാം കേട്ടോ, പറ്റുമെങ്കിലൊക്കെ. പിന്നെ ഇതിൽ അഡീഷൻസ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതിക്കാം. ഇതിൽ തേർഡ് റീഡിങ്ങിന്റെ കൂടെ എന്ത് ചെയ്യുക, വളരെ ഷോർട്ട് ആക്കിയിട്ട് ഒരു നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, വളരെ ഷോർട്ട് ആയിട്ട് നോട്ട് തേർഡ് റീഡിങ്ങിനെ കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇപ്പം ഇനി എന്ത് ചെയ്യുക, ആ തേർഡ് റീഡിങ് ആ നോട്ടും കൂടി വായിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ നേരത്തെ നിങ്ങൾ എക്സസൈസിൽ വായിച്ചു നോക്കിയ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈൻഡ് റീഡിങ് ചെയ്താൽ മതി, എഴുതി നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളിപ്പോൾ UPSC ഫോർമാറ്റിൽ ആൻസർ ചെയ്ത് നോക്ക് പറ്റുമെങ്കിൽ. ഇനി അതല്ല, മൈൻഡ് റീഡിങ് ചെയ്താലും പ്രശ്നമില്ല, ഒരു ആൻസർ ഫ്രെയിം ചെയ്യാം മനസ്സിൽ. എന്നിട്ട് അടുത്ത ചാപ്റ്റർ ഇതേ രീതിയിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചാപ്റ്റർ കടന്നു പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് UPSC എടുത്തു നോക്കുക. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ചെയ്ത് നോക്കുക. ഇതിന്റെ കൂടെ NCERT ടെസ്റ്റുകളൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റും കൂടി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞ നേരത്തെ NCERT ക്രാഷ് കോഴ്സ്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ സബ്ജക്ട് കഴിഞ്ഞാൽ ഇപ്പൊ 6th ജോഗ്രഫി കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റ് ഉണ്ടാവും, ക്രാഷ്. അത് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും വരുന്ന ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അത് അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതാണ് ഒരു ബുക്ക് കവർ ചെയ്യാൻ എടുക്കേണ്ടത്, ഒരു ക്ലാസ്സിലെ ഒരു ബുക്ക്. ഓക്കെ, ഇതിപ്പം 6th ജോഗ്രഫി ആവുമ്പോൾ നിങ്ങൾക്ക് 1-2 ദിവസം മതിയാവും. ഇതിപ്പോ അത് അടുത്ത വലിയ +1 +2 ആകുമ്പോൾ ചിലപ്പോൾ ഒരു വീക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, എത്ര ടൈം എടുത്താലും പ്രശ്നമില്ല. NCERT എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം ഇത്തരത്തിൽ കംപ്ലീറ്റ് NCERT നിങ്ങൾ വായിക്കുക. ഏതൊക്കെ NCERT വായിക്കണം എന്നുള്ള ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് NCERT വായിക്കണം എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എടുത്ത് കാണുക. എന്ത് ഡൗട്ട്സ് കാര്യങ്ങൾ വരികയാണെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് ആവശ്യം, എന്താണ് നിങ്ങൾ UPSC ഡൗട്ട്, ഏത് ഡൗട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നമ്മുടെ NCERT ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനോ അതല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് ഉണ്ട്, പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇൻഡിവിജ്വൽ മെന്റർ സഹായം ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഇത്തരത്തിൽ കംപ്ലീറ്റ് NCERT വായിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പൊ 6th വായിച്ചു കഴിഞ്ഞു, 6th വായിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റുകളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ 7th വായിക്കാൻ പോകുമല്ലോ, ഒരു ദിവസം ചിലപ്പോൾ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ 7th പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, 6th നോട്ട് വായിക്കണം, എന്നിട്ട് 7th വായിക്കാം. 7th ഞാൻ പറഞ്ഞ രീതി തന്നെ വായിക്കാം. എന്നിട്ട് 8th പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 6th ഉം 7th ഉം വീണ്ടും റിവിഷൻ ചെയ്യുക, എന്നിട്ട് 8th പോവാം. ഓക്കെ, അതേ രീതിയിൽ 8th കഴിഞ്ഞാൽ 9th പോകുമ്പോൾ നിങ്ങൾ 6th ഉം 7th ഉം 8th ഉം എന്ത് ചെയ്യണം, ആ നോട്ട് വളരെ ഷോർട്ട് ആയിരിക്കണം കേട്ടോ. നോട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഞാൻ എന്ത് ചെയ്യാം, ഒരു വീഡിയോ NCERT എങ്ങനെ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. പിന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ഈ ഒരു അപ്രോച്ചിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NCERT ചുമ്മാ വായിക്കുന്നതിനപ്പുറം
അതിന് വളരെ കണ്ണിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും അത് അറ്റൻഡ് ചെയ്യാനും അത് ആൻസർ ചെയ്യാനും ശരിയായിട്ട് ആൻസർ ചെയ്യാനും എന്ത് ചെയ്യും പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതേ രീതിയിൽ പഠിക്കുക. എന്തും നിങ്ങളുടെ UPSC പഠനവുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. ചിലതൊക്കെ ഞാൻ കമന്റിലൂടെ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യും, ചിലത് എന്നെ പേഴ്സണലായിട്ട് ചോദിച്ച് റിപ്ലൈ വാങ്ങാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ചിലത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചോദിക്കുന്ന ഡൗട്ട്സുകളാണെങ്കിൽ അത് വീഡിയോ ആയിട്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ ബൈ.